ഇത് ഈ പേര കഴിച്ചു. ഇതിനകത്ത് ഈ പേര നല്ല സൈസിൽ കിട്ടണമെങ്കിൽ ഈ കണ്ട ഇതും പറിച്ചു കളയാം. അന്നേരം ഇത് നല്ല വലിപ്പത്തിലേക്ക് വരും. ഇനി നമുക്ക് എണ്ണം കൂടുതൽ എടുക്കണമെങ്കിൽ 3 എണ്ണം വരുവാണെങ്കിൽ ആ നടുക്കത്തെ അടത്തിയും കളയാം. അപ്പോൾ സൈഡിൽ ഇവിടെ ഇത്തലില്ലല്ലോ, ഇതല്ല നടുക്കത്തെ ഒരെണ്ണം അടത്തിയും കളയാം. എന്നിട്ട് അങ്ങനെ എടുത്താൽ സൈസേ കയറുള്ളൂ. അങ്ങനെ ആക്കിയാലേ ഇതുണ്ടോ, ഇതിപ്പം ലോഡ് കാരണം ഇതിന് കമ്പുണ്ട്, ഇതുണ്ടോ എകര ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ. ബിജു മിറാക്കിൾ ഫാമേഴ്സ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് മാൻഡ്രനാണ്, റെഡ് ഡയമണ്ട്. എല്ലാ പഴങ്ങളും ഉള്ളതുകൊണ്ട് ഇങ്ങനെ മാറിപ്പോകും. അപ്പോൾ ഇവർ എറണാകുളത്തു നിന്ന് നമ്മുടെ ഓൺലൈനിൽ തൈകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സതീഷ് ബാബു അല്ലേ? അതെ, സതീഷ് ബാബു. ഞങ്ങളുടെ വീനസ് ഗാർഡൻ എറണാകുളത്ത് പൈപ്പ് ലൈൻ റോഡിൽ നടത്തുക, എറണാകുളം സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ വീനസ് ഗാർഡൻ. അവിടെ കുറേ കുരുമുളകിൻ്റെ ഐറ്റംസ് പല വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നപ്പം ഞങ്ങളിത് ജസ്റ്റ് ഇപ്പം പേരക്ക ഇഷ്ടംപോലെ കായ്ച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇന്നത്തെ ദിവസം 5ാമത്തെ വീഡിയോ ആണ് ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ. 5ൽ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിന്ന് ബിജു ചേട്ടനെ കാണാൻ വന്നത് എന്താ വെച്ചാൽ ഈ പ്ലാന്റൊക്കെ ഒന്ന് ഗ്രോത്ത് ആക്കി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് റെഡ് ഡയമണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് അരി കുറവാണ് കേട്ടോ, ഉണ്ടോ, കുരു കുറവാണ്. എണ്ണ എടുക്കാനുള്ള കുരു പോയി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. അഴുക്കൊന്നുമല്ല, അതങ്ങനെ കാണുന്ന മതി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഫ്ലേവറും ഉണ്ട്, ഒരു സ്മെല്ലും ഉണ്ട്. അത്യാവശ്യം പെരയുടെ കുരു അധികമില്ല. നല്ല ടേസ്റ്റുള്ള പെരയ്ക്കാണ്. ഇഷ്ടപ്പെട്ടു. മിറാക്കിൾ ഫാം കണ്ടില്ലേ, ഇതെല്ലാം കൃഷിത്തോട്ടമാണ്. നമ്മളിത് കൃഷി ചെയ്തിട്ടാണ്. ഇപ്പം ഞങ്ങൾ ഒരു 2.5 ഏക്കർ സ്ഥലം ചൂട് കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തിട്ടാണ് ഞങ്ങളിതിൻ്റെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ പേര ഇങ്ങോട്ട് കാണാം, ഇത് ഈ പേര കഴിച്ചു. ഇതിനകത്ത് ഈ പേര നല്ല സൈസിൽ കിട്ടണമെങ്കിൽ ഈ കണ്ട ഇതും പറിച്ചു കളയാം. അന്നേരം ഇത് നല്ല വലിപ്പത്തിലേക്ക് വരും. ഇനി നമുക്ക് എണ്ണം കൂടുതൽ എടുക്കണമെങ്കിൽ 3 എണ്ണം വരുവാണെങ്കിൽ ആ നടുക്കത്തെ അടത്തിയും കളയാം. അപ്പോൾ സൈഡിൽ ഇവിടെ ഇത്തലില്ലല്ലോ, ഇതല്ല നടുക്കത്തെ ഒരെണ്ണം അടത്തിയും കളയാം. എന്നിട്ട് അങ്ങനെ എടുത്താൽ സൈസേ കയറുള്ളൂ. അങ്ങനെ ആക്കിയാലേ ഇതുണ്ടോ, ഇതിപ്പം ലോഡ് കാരണം ഇതിന് കമ്പുണ്ട്, ഇതുണ്ടോ എകര ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ, അതുപോലെ കായ്ക്കും. അത് റെഡ് ഡയമണ്ടിൻ്റെ നല്ല വെറൈറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ DTDC വഴി വരും, എല്ലായിടത്തും കൊറിയറിലുണ്ട്. അപ്പോൾ വേണ്ടവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം കട്ടപ്പന വരിക, അവിടുന്ന് മിറാക്കിൾ ഫാം ഹൗസ് ലൊക്കേഷൻ എടുക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നവരെ വെച്ച് ഞങ്ങൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പം മിറാക്കിൾ ഫാമിൽ എപ്പോഴൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അത് പറിച്ച് വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ വളവും കിട്ടുമല്ലോ. വളമാണ്. വളം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇല്ലാത്ത പറഞ്ഞു തരും കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. നമ്മളിവിടെ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ചൂട് കാലാവസ്ഥയിൽ നല്ല റിസൾട്ടാണ് ഇതെല്ലാം. നല്ല രുചിയാണ്. ഓറഞ്ചിനത് അക്ക ടേസ്റ്റാണ് ഈ മാൻഡ്രൻ. ഇവിടുത്തെ പോലെ അല്ല എന്ന്. അപ്പോൾ അതാണ് ചൂട് കാലാവസ്ഥയിലേക്ക് ഞങ്ങളിപ്പം ട്രയൽ തുടങ്ങുന്നത്. അതിന് വലിയ വലിയ ചെടികൾ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ മണ്ണിൽ നിൽക്കുന്നതിനെ മാറ്റി പറിച്ച് ഗ്രീനിറ്റ് ചുറ്റി റെഡിയാക്കി ഒന്ന് പോട്ടിലാക്കാം. അങ്ങനെയാണ് കൊണ്ടുവരണം. എയർപോർട്ടിന് ലൈഫ് ഉണ്ട് ഇത്ര വർഷം വരെ. 5 വർഷം നമ്മൾ പറയുന്നത്, അത് 10 വർഷമോ എന്നൊന്നുമില്ല. അങ്ങനെയില്ല കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കാര്യമാണ് അത് ആ സൈസിൽ നിൽക്കും. ഇപ്പോൾ ഇത് മിയാസാക്കി മാവാ. അത് ഞാൻ 10,000 രൂപയ്ക്ക് കൊണ്ടുവന്ന വലിയ ചെടി, കായ്ച്ച ചെടി. അതേ കായ്ച്ച അടുത്ത സെക്ഷൻ കായ്ച്ചു. അപ്പോൾ അത് ഞാൻ വെച്ചത് 190-ൻ്റെ പോട്ടിലാണ്. എനിക്കിഷ്ടമുള്ള പോട്ടിലേക്ക് ഇനി ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെയ്താണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടെ കാണിക്കുക. ഇവിടെ വാ, ഇതൊന്ന് നോക്കി. ഇതുണ്ടോ, ഇതിനകത്ത് ഇതുണ്ട് ഈ സെൻറ്ററിലെ അടുത്ത് കളയണം. അപ്പോൾ ബാക്കി രണ്ടിനും ആരോഗ്യം വയ്ക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സെൻറ്ററിലെ പറിക്കാൻ എടുക്കുമ്പോൾ ഈ രണ്ടും ഇതൊന്നും നിർത്താം. ഇത് കളയാം. ആരോഗ്യമുള്ളതിനെ നിർത്തുക, ഇത് കളയുക. അല്ലെങ്കിൽ നമുക്ക് എണ്ണം കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഈ സെൻറ്ററിലെ അങ്ങ് അടത്തുക. കിട്ടും. അല്ലെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരെണ്ണത്തെ പിടിക്കുമ്പോൾ രണ്ടും പറിച്ചു. നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക.